ഹായ്, നമുക്കിന്ന് വെക്ടർ കാൽക്കുലസിലെ സെക്കൻഡ് മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്ക് ഗ്രീൻസ് തിയറത്തിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഗ്രീൻസ് തിയറം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രോബ്ലംസും ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഗ്രീൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാ: let R be a simply connected region whose boundary is a simple closed piecewise smooth curve oriented counterclockwise direction. If f of xy and g of xy are continuous functions having continuous first order partial derivatives on some open set containing R, then integral over c f of xy dx plus g of xy dy is equal to double integral over R dou g by dou x minus dou f by dou y dx dy. ഇതാണ് ഗ്രീൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആർ ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആണ്. അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ആ കർവ് നമ്മൾ സി ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സി ബി ദി ബൗണ്ടറി ഓഫ് ദ കർവ് ഓറിയൻറ്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പോസിറ്റീവ് ഡിറക്ഷനിലാണ് അതിൻ്റെ ഇത് വരുന്നത്. അതിൻ്റെ പാത്ത്, അതിൻ്റെ ഓറിയൻറ്റേഷൻ പോസിറ്റീവ് ഡിറക്ഷനിലാണ്. If f of xy and g of xy are continuous functions having first order partial derivatives ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ആണ്, കണ്ടിന്യൂസ് ആയിരിക്കും, അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ലൈൻ ഇൻറ്റഗ്രൽ നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ലൈൻ ഇൻറ്റഗ്രൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ വർക്ക് ഡണ്ണും ലൈൻ ഇൻറ്റഗ്രലും ഒക്കെ പഠിച്ചതാണ്. അത് ലൈൻ ഇൻറ്റഗ്രൽ എന്താണെന്ന് നമുക്കറിയാം. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ചെയ്യാം. നമ്മൾ ഫിഗർ വരച്ച് ഡബിൾ ഇൻറ്റഗ്രൽ യൂസ് ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽസ് ആണ് ഇവിടെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഗ്രീൻസ് തിയറത്തിൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: evaluate the line integral using Green's theorem and check the answer by evaluating it directly. Integral over c y square dx plus x square dy, where c is the square with vertices 0, 0, 1, 0, 1, 1 and 0, 1 oriented counterclockwise. അപ്പോൾ നമുക്ക് ഇത് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ഈ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഡയറക്റ്റ്ലിയും ചെയ്യണം. രണ്ട് രീതിയിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ആദ്യം ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ചെയ്യാം, പിന്നെ നമുക്ക് ഡയറക്റ്റ് ലൈൻ ഇൻറ്റഗ്രലും ചെയ്യാം. അപ്പോൾ ഇത് ഒരു സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. സി ഈസ് എ സ്ക്വയർ വിത്ത് വെർട്ടീസസ് 0, 0, 1, 1, 1, 0, 1, 1 ആൻഡ് 0 ആണ്. അപ്പോൾ നമുക്ക് സ്ക്വയർ വരച്ച് നോക്കാം. സ്ക്വയർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. സ്ക്വയർ ആണ്. വെർട്ടെക്സ്, ഫസ്റ്റ് വെർട്ടെക്സ് 0, 0 ആണ്. ഇവിടെ വരുന്നു 0, 0. നമ്മളതിന് പേര് കൊടുക്കാം. O എന്ന് പേര് കൊടുത്തു. നെക്സ്റ്റ് 1, 0 ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തു 1, 0. ദിസ് ഇസ് എ എന്ന് പേര് കൊടുത്തു. നെക്സ്റ്റ് 1, 1, 1, 1, 1. അതിൻ്റെ പേര് ബി കൊടുത്തു. ഇവിടെ 0, 1, ദാറ്റ് ഈസ് സി. 4 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു. നമുക്കത് ജോയിൻ ചെയ്യാം. സോ എ ബി ജോയിൻ ചെയ്തു, ബി സി ജോയിൻ ചെയ്തു. സോ ദിസ് ഈസ് എ സ്ക്വയർ. ഒ എ ബി സി എന്ന ഒരു സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി എന്താ പറയുന്നത്? എന്താ ഓറിയൻറ്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് ഡിറക്ഷൻ ഈസ് ഒ എ, ദെൻ എ ബി, ദെൻ ബി സി, ദെൻ സി ഒ. ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് ദ ഇൻറ്റഗ്രൽ. വി ഹാവ് ടു ഫൈൻഡ് ഇവാലുവേറ്റ് ദ ഇൻറ്റഗ്രൽ യൂസിങ് ഗ്രീൻസ് തിയറം. സോ വാട്ട് ഈസ് ഗ്രീൻസ് തിയറം? ഗ്രീൻസ് തിയറം ഈസ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഇതാണ് നമ്മുടെ ഗ്രീൻസ് തിയറം. അപ്പോൾ ഇതാ നോക്കിക്കേ, ഇവിടെ ഇൻറ്റഗ്രൽ ഓവർ സി വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ എന്നുണ്ടാവും. സോ ദിസ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എഫും ജിയും എടുത്ത് എഴുതിയിട്ട് നമുക്കതിൻ്റെ ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻസ് തിയറം എഴുതാം. ഗ്രീൻസ് തിയറം ഈസ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ is equal to double integral over r dou g by dou x minus dou f by dou y dx dy. ഇതാണ് നമ്മുടെ ഗ്രീൻസ് തിയറം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻറ്റഗ്രൽ ഇതാണ്. സോ എഫ് ഓഫ് എക്സ് വൈ ഈസ് സിംപ്ലി വൈ സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് വൈ ഈസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നൗ ഫ്രം ദ ക്വസ്റ്റ്യൻ
we know that f of xy is y square and g of xy is x square. അത് നമുക്ക് എഴുതാം f of x. So here f of xy is equal to y square and g of xy is equal to x square. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടത്? ഡോ ജി ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും നമുക്ക് കണ്ടുപിടിക്കണം. Therefore ഡോ എഫ് ബൈ ഡോ വൈ is equal to derivative is 2y and ഡോ ജി ബൈ ഡോ എക്സ് is equal to 2x. 2yയും 2xഉം. So we are substituting this in this equation. Therefore integral over c y square dx plus x square dy is equal to double integral over r dou f by dou y. Dou f by dou y is dou g by dou x. Therefore integral over c y square dx plus x square dy is equal to double integral over r dou g by dou x, that is 2x, minus dou f by dou y, that is 2y into dx dy. This is equal to, ഇനി നമുക്ക് എന്താ വേണ്ടത്? ലിമിറ്റ്സ് ആണ് വേണ്ടത്. ലിമിറ്റ്സ് എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ്സ് വേണം. മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ പഠിച്ചതിലോട്ട് പോവാണ്. സോ ഐ ആം ഡ്രോയിങ് എ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഹിയർ. ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചു. വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചാൽ എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ്സും വൈക്ക് വേരിയബിൾ ലിമിറ്റ്സും ആണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ്? 0 to 1. എക്സ് വേരീസ് ഫ്രം 0 to 1. സോ ഇൻ്റഗ്രൽ 0 to 1. നൗ വൈ വേരീസ് ഫ്രം ദാ ഈ ലൈനിൻ്റെ ഇക്വേഷൻ y is equal to 0. y is equal to 0 to y is equal to this line. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ? y is equal to 1 അല്ലേ? ഇതിൻ്റെ ഇക്വേഷൻ y is equal to 1 ആണ്. സോ y is equal to 1. 2 is a common factor, so taking outside x minus y dy dx. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 2 into x minus y. First of all we are integrating with respect to y. So integral 0 to 1 with respect to y ചെയ്യുമ്പോൾ x y minus y square by 2 within the limit 0 to 1 dx. This is equal to 2 into integral 0 to 1. നമ്മൾ yക്ക് ലിമിറ്റ്സ് കൊടുക്കുന്നു. yക്ക് 1 കൊടുക്കുമ്പോൾ x മൈനസ് 1 by 2 dx. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ 0 എല്ലാം 0 ആയിട്ട് പോകും. 1ൻ്റെ വാല്യൂസ് മാത്രമേ വരത്തുള്ളൂ. അതെഴുതി. ഇനി നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 into x square by 2 minus x by 2 within the limits 0 to 1. So this is equal to 2 into limits apply ചെയ്യുമ്പോൾ 1 by 2 minus 1 by 2. This is equal to 0. സോ ഗ്രീൻസ് തിയറം വെച്ച് നമ്മൾ ചെയ്തപ്പോൾ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് 0 എന്നാണ് കിട്ടിയത്. ഇനി നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷനാണ്. സോ എങ്ങനെയാണ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ? ലൈൻ ഇൻ്റഗ്രലാണ്. ഓരോ ലൈനിലും ഓരോ പാത്തും എടുത്ത് ചെയ്യണം. എലോങ് OA, എലോങ് AB, എലോങ് BC ആൻഡ് എലോങ് CO. 4 പാത്തും നമ്മൾ ചെയ്യുന്നിട്ട് 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 തന്നെ കിട്ടണം. ഇവിടെ കിട്ടിയ ആൻസർ തന്നെ കിട്ടണം. സോ ദെൻ ഹെൻസ് ഗ്രീൻസ് തിയറം നമുക്ക് വെരിഫൈ ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ലൈൻ ഇൻ്റഗ്രലായിട്ട് നോക്കാം. നൗ എലോങ് OA നോക്കാം. എലോങ് OA എടുക്കുമ്പോൾ OAയിൽ ഏതാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് y ആണ്. y വേരി ചെയ്യുന്നില്ല. y is equal to 0. ഇവിടെ ഓയിൽ y equal to 0 ആണ്. എത്തുമ്പോഴും y equal to 0 ആണ്. സോ y is equal to 0 ആണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ. സോ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് y is equal to 0. therefore dy is equal to 0. y 0 ആണെങ്കിൽ dyയും 0 ആയിരിക്കും. നൗ what is the variation of x? x varies from 0 to 1. x 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നു. x 0 less than or equal to x less than or equal to 1. therefore integral over OA നമ്മുടെ integral over c y square dx plus x square dy ആണ്. പക്ഷേ ഇവിടെ നമ്മുടെ പാത്ത് OA മാത്രമേ എടുക്കുന്നുള്ളൂ. ഫുൾ സി നമ്മൾ എടുക്കുന്നില്ല. OA മാത്രമാണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ OA y സ്ക്വയർ dx പ്ലസ് എക്സ് സ്ക്വയർ dy നമുക്ക് ഒരു വേരിയബിളിലോട്ട് ചേഞ്ച് ചെയ്താൽ മാത്രമേ ലൈൻ ഇൻ്റഗ്രൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സും വൈയും ഉള്ളത് ഒരു വേരിയബിളിലോട്ട് ചേഞ്ച് ചെയ്യാനാണ്. നമ്മളിപ്പോൾ y is equal to 0 കിട്ടി, dy equal to 0 കിട്ടി. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ എക്സ് വേരീസ് ഫ്രം 0 to 1. along OA integral 0 to 1 y square dx. y is 0, so this term becomes 0 plus x square dy. dy is also 0, so this is also 0. So this integral becomes 0. അല്ലേ? 0 ആയതുകൊണ്ട് നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട, അതിൻ്റെ വാല്യൂ 0 ആണെന്ന് അറിയാം. ഇനി നമുക്ക് AB എന്ന പാത്ത് നോക്കാം. എലോങ് AB
along AB. ABയുടെ ഇക്വേഷൻ എന്താ? ABയുടെ ഇക്വേഷൻ വേരി ചെയ്യാത്തത് x ആണ്. x equal to 1. Here also x equal to 1. So the line of equation of this line AB is x is equal to 1. So along AB x equal to 1. Therefore dx is equal to 0. And what is the variation of y? Y varies from 0 to 1. Y 0 മുതൽ 1 വരെ വേരി ചെയ്യുന്നു. So 0 less than or equal to y less than or equal to 1. Therefore integral over AB y square dx plus x square dy is equal to integral over 0 to 1 y square dx. dx in the value 0, so this becomes 0. x square dy, x in the value 1 ആണ്, so 1 dy. This is equal to y within the limit 0 to 1 equal to 1. So we get this integral as 1. Now we have to find out the integral along the path BC. നമുക്ക് BC നോക്കാം. along BC, along BC. BCയിൽ ഏതാ വേരി ചെയ്യുന്നത്? BCയിൽ വേരി ചെയ്യുന്നത് y ആണ്. 1 to x ആണ് വേരി ചെയ്യുന്നത്. BCയിൽ വേരി ചെയ്യുന്നത് x ആണ്. 1 to 0. So x varies from 1 to 0 and y is a constant. Y is equal to 1. Therefore the equation of that line is y is equal to 1, and so that dy is equal to 0. And x varies from 1 to 0. 1 less than or equal to x less than or equal to 0. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ലിമിറ്റ് നമ്മുടെ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ബി ടു സി ആണ്. സോ ലിമിറ്റ് ഫ്രം 1 to 0, 0 to 1 എന്ന് എഴുതരുത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അതോടെ ലിമിറ്റ് 1 to 0 ആണ്. 0 to 1 എന്ന് എഴുതിയാൽ നമുക്ക് ആൻസർ തെറ്റിപ്പോവും. അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ 1 to 0. നൗ ഇൻറ്റഗ്രൽ ബി സി, ഇൻറ്റഗ്രൽ ഓവർ ബി സി y square dx plus x square dy is equal to integral over 1 to 0 y square dx. Y is equal to 1. So dx plus x square dy. dy 0 ആണ്. So this is equal to x within the limit 1 to 0. This is equal to minus 1. Upper limit 0, lower limit 1. So 0 minus 1 is equal to minus 1. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു പാത്തേ ഉള്ളൂ, along CO. അതും കൂടെ നമുക്ക് നോക്കാം. along CO. COയിൽ എന്താ? COയിൽ ചേഞ്ച് ചെയ്യുന്നത് y ആണ്. y is equal to 1 to 0. അവിടെയും y varies from 1 to 0 ആണ്. x equal to 0 ആണ്. ലൈൻ്റെ ഇക്വേഷൻ y ആക്സിസ് ആണ്. സോ x equal to 0. x equal to 0 ആണെങ്കിൽ dx is equal to 0. x 0, dx equal to 0, and y varies from 1 to 0. That is 1 less than or equal to y less than or equal to 0. ഇതാണ് വേരിയേഷൻ. അപ്പോൾ നമുക്കതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് എഴുതി നോക്കാം. Therefore integral over CO y square dx plus x square dy is equal to integral 1 to 0 y square dx. dx is 0, so that becomes 0 plus x square dy. x equal to 0, so ആ ടേം 0 ആയി. അപ്പോൾ ഇൻറ്റഗ്രൽ 0 ആണ്. 0 plus 0 വരുന്നു, which is equal to 0. അപ്പോൾ അത് 0 ആയി പോയി. ഇനി നമുക്ക് 4 കൂടെ ആഡ് ചെയ്ത് നോക്കാം. Therefore integral over c y square dx plus x square dy is equal to integral over OA. ആദ്യത്തെ ഇൻറ്റഗ്രൽ OA ആണ്. പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ AB, രണ്ടാമത്തെ ലൈൻ AB, പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ BC, പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ CO. 4 ഇൻറ്റഗ്രലും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂസ് നോക്കാം. ഫസ്റ്റ് OAയുടെ വാല്യൂ 0. ദിസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് AB is 1 പ്ലസ് BC minus 1 പ്ലസ് CO 0. അപ്പോൾ നമുക്ക് 4 വാല്യൂസ് നമ്മൾ എഴുതി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 0 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 0. ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ലൈൻ ഇൻറ്റഗ്രൽസ് നമ്മൾ കണ്ടുപിടിച്ച് ആഡ് ചെയ്തപ്പോഴും ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ആഡ് ചെയ്തപ്പോഴും ഇൻറ്റഗ്രൽ വാല്യൂ 0 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore അല്ലെങ്കിൽ ഹെൻസ് ഗ്രീൻസ് തിയറം ഈസ് വെരിഫൈഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രീൻസ് തിയറത്തിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. വെരിഫിക്കേഷൻ ചോദിച്ചില്ല എങ്കിൽ നമ്മൾ ഗ്രീൻസ് തിയറം വെച്ചിട്ട് ആ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം മതി. വെരിഫൈ ഗ്രീൻസ് തിയറം എന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രീൻസ് തിയറം വെച്ചിട്ടും ചെയ്യുക, പിന്നെ ലൈൻ ഇൻറ്റഗ്രൽ വെച്ചിട്ടും അത് കണ്ടുപിടിച്ച് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ.